ഹായ് ഗായ്സ്, കളം കാവൽ. മമ്മൂട്ടി റീസെൻ്റ് ആയിട്ട് വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് കളം കാവൽ. ഇതൊരു റിയൽ സ്റ്റോറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? യെസ്, ഇറ്റ്സ് എ ട്രൂ ഇവൻറ്റ്. അതായത് കർണാടകയിൽ സൈനീത് മോഹൻ എന്നറിയപ്പെടുന്ന മോഹൻ കുമാർ വിവേകാനന്ദ് ആണ് യഥാർത്ഥ കൊലയാളി. ഇയാൾ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. 2003 മുതൽ 2009 വരെയുള്ള സമയങ്ങളിലാണ് ഇയാൾ കുറ്റകൃത്യം ചെയ്തതായി അറിയപ്പെടുന്നത്. ആ സമയത്ത് 20 സ്ത്രീകളെ കൊലപാതകം ചെയ്ത കേസിൽ കോടതി ഇയാളെ ശിക്ഷിച്ചു. 2009 ഒക്ടോബർ 21 മോഹനെ അറസ്റ്റ് ചെയ്യുന്നത്. കൊല്ലാനായി തിരഞ്ഞെടുത്തിരുന്ന ആളുകൾ സ്ത്രീധനം നൽകാൻ പറ്റാത്തവരെയോ തനിക്കിഷ്ടപ്പെടുന്ന പോലെ പുരുഷന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരുമായ 22 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളെയായിരുന്നു. സ്ത്രീധനം ഇല്ലാതെ കല്യാണം കഴിക്കാം എന്ന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇയാൾ സ്ത്രീകളുമായി അടുക്കുന്നത്. അതിനുശേഷം അവരുമായി കൂടുതൽ അടുക്കുകയും പിന്നീട് സൈനൈഡ് ഗുളികകൾ കൊടുത്ത് അവരെ കൊലപ്പെടുത്തുന്നതുമായിരുന്നു ഇയാളുടെ രീതി. ദെൻ അവരുടെ ആഭരണങ്ങളും കവർന്നെടുത്തിരുന്നു. മോഹൻ പിടിക്കപ്പെടുന്നത് 2009 22 വയസ്സുള്ള അനിത എന്ന പെൺകുട്ടിയെ മിസ്സായതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. പിന്നീട് അനിതയുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് കാണാതായ മറ്റൊരു പെൺകുട്ടിയുമായി അനിതയ്ക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നറിയപ്പെടുന്നത്. അതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആ ഫോൺ യൂസ് ചെയ്തിരുന്നത് മോഹനാണെന്ന് അറിയാനും അയാളെ അറസ്റ്റ് ചെയ്യാനും പറ്റിയിരുന്നത്. 4 മൊബൈൽ ഫോണുകൾ, 8 സൈനൈഡ് ഗുളികകൾ, അനിതയുടെ സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെയാണ് അയാളുടെ കയ്യിൽ നിന്ന് പോലീസ് കൈപ്പറ്റിയത്. അയാളെ അറസ്റ്റ് ചെയ്ത് അനിതയുടെ ബലാത്സംഗം, കൊലപ്പെടുത്തൽ എന്ന കുറ്റങ്ങൾ ചുമത്തി മറ്റ് കാണാതായ പെൺകുട്ടികളുടെ അന്വേഷണം പോലീസ് തുടങ്ങി. 2009 അറസ്റ്റ് ചെയ്ത് നീണ്ട വിചാരണയ്ക്ക് ശേഷം 2013 മോഹനെ കുറ്റക്കാരനാണെന്ന് വധശിക്ഷ വിധിച്ചു. അതിനുശേഷം കർണാടക ഹൈക്കോടതി 2017 വധശിക്ഷയെ ജീവപര്യന്തമാക്കി കുറച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്.